ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ശിവരാത്രിയുടെ ആയിരുന്നു ലാസ്റ്റ് ഞാൻ ഇട്ട ലോങ് വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ഈസ് അബൌട്ട് മൈ ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ തന്നെ നല്ല മഴയാണ്. ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാന്ന് അറിയത്തില്ല ഗൈസ്. ഒടുക്കത്തെ മഴ നിൽക്കാണ്ട് അങ്ങ് പെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. എന്നല്ല, കുറച്ച് ദിവസം കണ്ടേ ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. അടുക്കള ചെന്നപ്പോൾ അമ്മ പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കരുതും എനിക്ക് കുടിക്കാനാണ്. പക്ഷെ എനിക്ക് കുടിക്കാനല്ല, ഇവിടെ വേറെ 2 കുട്ടികളുണ്ട്, അവർക്ക് കൊടുക്കാനാണ്. അമ്മ ഒരു നെയ്ക്കുപ്പി എടുത്ത് കളിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുത്തിയെന്നുണ്ടെങ്കിൽ ഇതിലായിട്ട് എണീറ്റത് പോലും ഇല്ല. രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ ചെറുപയർ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഈ ഒരു സംഭവം. പുറത്ത് മഴ അത്യാവശ്യം തോന്നിട്ടുണ്ട്. എനിക്കൊരു കൊട്ട തുണി കഴുകാൻ കിടപ്പുണ്ട്. പാല് ഞാൻ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചൂടൊക്കെ മാറി. ഇനി നമുക്ക് ഇവമാർക്ക് ഫിഷ് ഓയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫിഷ് ഓയിൽ എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഡോഗ്സിന്, അപ്പം അതൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഷ് ഓയിൽ കൊടുക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ നമുക്ക്? സോ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ഇഡ്ഡലി, സാമ്പാർ, ചട്നിയാണ്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് സോ ഇന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പം അതിനെപ്പറ്റി എഴുതി വെക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മറന്നു. ആക്ച്വലി ഞാൻ ഇന്നത്തെ ദിവസത്തെ മാത്രമല്ല 2-3 ദിവസത്തെയും കൂടി അങ്ങ് എഴുതി വെക്കാറുണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ച് ഷൂട്ട് ചെയ്യാമല്ലോ. ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം ഗൈസ്. അപ്പം വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ 2 പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഒന്ന് മോയ്സ്ചറൈസറും അതേപോലെ തന്നെ സൺസ്ക്രീനും. വാസ്ലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്, അടിപൊളി പ്രൊഡക്റ്റാണ്. അതേപോലെ ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബീട്രൂട്ടും നെയ്യും വെച്ചിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് പ്രൊഡക്റ്റ്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് 2-3 വാക്കുകൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാനത് 1.5 മാസത്തിന് മുന്നായിട്ട് മേടിച്ചിട്ടുള്ളതായിരുന്നു. എന്ത് സംഭവം എന്ന് വെച്ചാൽ വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സെറം ആണ്. കുറെ പേര് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചത്. ഇത് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ടിലൊക്കെ ബേബി ഹെയർസ് വന്നിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇടാട്ടോ. അപ്പൊ രാവിലത്തെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രിഡ്ജിൽ ഇതായ ഒരു ഡയറി മിൽക്ക് ഇരിപ്പുണ്ടായിരുന്നു, അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാട്ടോ. അങ്ങനെ ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്തതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തൊന്നുമില്ല. അപ്പം ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്താ ഇവളുമാരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എന്തുവാന്ന് മനസ്സിലായവർ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ. നടന്നങ്ങ് ചെന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു തട്ടിക്കൂട്ടി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാന്ന് കരുതി. നെയ്യ് ചൂടായപ്പോഴത്തേക്ക് 2 മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് നമ്മുടെ മെയിൻ സാധനം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ചൂടായ നെയ്യിലോട്ട് നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ക്യാരറ്റൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കണം. ഇനി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാരം ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരട്ടെ. ഈ കൊച്ച് 5:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് മീനും ഡാസിയും മാത്രമേ ഉള്ളായിരുന്നു. കുഞ്ഞേയും ലച്ചും കൂടി പുറത്തു പോയേക്കുമായിരുന്നു എന്താ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അവർ വന്ന ഗൈസ് വന്നപ്പം ബജ്ജിയൊക്കെ മേടിച്ചോണ്ടാണ് വന്നത്. അപ്പൊ അതും അങ്ങ് അകത്താക്കി. ഒരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് പോയി കിടന്ന് ഉറങ്ങുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഷട്ടർ ഇടാനായിട്ട് പോവുകയാണ് ഞാൻ. ഓക്കെ, ബൈ, ടാറ്റാ. ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.